ഈ ഗോപൻ സ്വാമി എന്തെങ്കിലും ചാരിയിരിക്കുകയായിരുന്നു പത്മാസനത്തിൽ? ഒരിക്കലുമില്ല. ഈ കൈലാസനാഥന്റെ നടയിൽ നിന്ന് സത്യമാണ് ഞാൻ മാഡം പറയണത്. ഈ സത്യമാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഇല്ലെങ്കിൽ മഹാദേവൻ നമ്മളെ വെട്ടിക്കൊന്ന് കീറും. അങ്ങനൊന്നും ചെയ്യണ്ടമാ. കാരണം നമ്മുടെ നാട്ടില് അതല്ല, ഇത് പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അമ്മയ്ക്കും അറിയണം. സംശയം കൊണ്ടാണ് ഇപ്പൊ മോൻ്റെ സംശയം. അതെ, അമ്മയ്ക്കും അറിയണം, സനന്ദനും രാജസേനും ഒക്കെ അതിൽ കുറ്റക്കാരല്ല. കറക്റ്റാ പറയാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മ. അപ്പം അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നില്ല. സാധാരണ രീതിയിൽ അമ്മ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ ആ മരണം ഉറപ്പുവരുത്താൻ ഒന്നുകിൽ ഡോക്ടറുടെ സേവനം നമുക്ക് വേണം, അതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിക്കും, അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ച് മരണം ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി സുരക്ഷിതരാ. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തെ മറവ് ചെയ്യാനോ സമാധിയാക്കാനോ പോയാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോ ആ സമയത്ത് ഡോക്ടറെ വിളിക്കാൻ തോന്നാഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒരു സംശയം അമ്മ. കാര്യം അദ്ദേഹത്തിന് ചെറിയ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നത്. അത് ഒരു കാലിൻ്റെ വ്രണത്തിൻ്റെ പ്രശ്നം വന്നപ്പം സംഭവിച്ചത്. അത് സാധാരണ മനുഷ്യന് അങ്ങേക്ക്, എൻ്റെ ഭർത്താവിന് 78 വയസ്സായി. സാധാരണ എല്ലാം പ്രായങ്ങളാകുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രായമുള്ള മനുഷ്യർക്കും ഇങ്ങനെ. നമ്മളെ ഡോക്ടർ ആരെന്നറിയാമോ? കൈലാസനാഥ ക്ഷേത്രത്തിന് സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. ചെവിയിൽ പോയോ? അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യണം. നമ്മൾ ദൈവമായിട്ട് കോണ്ടാക്ട് ആണ്. സ്വാമി പക്ഷേ സമാധിയാകുന്ന സമയത്ത് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടൊന്ന് ഉറപ്പുവരുത്താമായിരുന്നു. അതെന്താ വേണ്ടെന്ന് വെച്ചതമ്മ? ഈ ഡോക്ടർക്ക് സ്വാമി നമശിവായ, ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് നമ്മൾ ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി. അപ്പം മോൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസങ്ങളെല്ലാം എടുത്തെടുത്തെടുത്ത് ഈ ചമ്മണം കൂട്ടിയിരിക്കുന്ന വാക്ക് എൻ്റെ ഭർത്താവ് ധ്യാനത്തിന് ഇരിക്കുമ്പോഴേ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എനിക്കും കുറേയൊക്കെ ധ്യാനങ്ങളൊക്കെ അറിയാം. ഞാനും ഇരിക്കും, എൻ്റെ പോറ്റി ഇരിക്കും, എൻ്റെ കമ്പനി പോണ മോൻ ഇരിക്കും, എല്ലാവരും ധ്യാനത്തിലിരിക്കും. പക്ഷേ നമ്മൾ ഇരിക്കുമ്പോഴേ ഈ പത്മാസനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശ്വാസം പോവുകയോ നമ്മൾ സമാധിയാവുകയോ ചെയ്താൽ നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? അതെ, സമാധി ഒരിക്കലും മറിയില്ല. യഥാർത്ഥത്തിൽ സമാധി ഇരിപ്പ് ഈ നമ്മുടെ പാദങ്ങളെ ഇങ്ങനെ അവർ ഇങ്ങനെ എത്ര 6 ആധാരങ്ങൾ ഇങ്ങനെ കടത്തി തട്ടായിട്ട്. നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുമ്പം ബക്കറ്റ് താന്നല്ലേ വെള്ളം ആദ്യം വെള്ളം നിറയ്ക്കണത്. മനസ്സിലായമ്മ. അമ്മ കണ്ട കാര്യം അമ്മ സത്യസന്ധമായി പറയുന്നത്, അമ്മ ചെല്ലുമ്പോൾ പത്മാസനത്തിലിരിക്കുന്നു, ചാരിയിരിക്കുന്നില്ല. ആ സമയത്ത് ശ്വാസം പൂർണ്ണമായും പോയി, പൾസ് അതായത് നാഡീമിടിപ്പുകളില്ല, വയറുള്ളിലേക്ക് ശ്വാസം എടുക്കുന്നില്ല. അപ്പോൾ അമ്മയും ഇളയ മകനും കരുതിയത് സമാധിയായി എന്നാണ് അല്ലേ? പക്ഷേ ചാരി മറ്റൊന്നിലും ഇരിക്കുന്നില്ല, ഇങ്ങനെ നിവർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ചാരിയിട്ടില്ല. എനിക്ക് ഉറപ്പാണ്. നേരിട്ട് കണ്ടതിന് ശേഷമാണ് എൻ്റെ മോനെ ഞാൻ വിടുവോ. നമ്മള് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയാലേ ആ മരിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇപ്പൊ സമാധിയാകുന്ന ആളുകളും അങ്ങനെയല്ലേ? ആ സമയത്ത് സമാധി ആയതിനു ശേഷം ഒന്നുകിൽ ശാരീരിക്കുകയോ അതല്ലെങ്കിൽ വീഴുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയില്ലേ ആ സമയത്ത്? അതാണ് ഒരു സംശയം. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ കിടത്തുകയോ മറ്റോ ചെയ്തോ അതോ എന്തെങ്കിലും ചാരി ഇരുത്തിയോ? അയ്യോ ശിവ, നമ്മൾ ഉള്ള സത്യം പറയണം മാഡം. നമ്മൾ ഭഗവാനെ ഓർത്ത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രം അവരുണ്ടാക്കിയ പീഠത്തിൽ അവർക്ക് ചെന്ന് ഇരിക്കാനും സാധിക്കില്ല, ഭഗവാൻ അനുമതിയില്ല ഇരിക്കാനും സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരാണ് പോലും കാണാതെ ചെയ്യാൻ ഭഗവാന്റെ അനുമതിയോടെ, ഞങ്ങൾ ഭഗവാന്റെ അനുമതിയോടെയാണ് ഓരോന്ന് ചെയ്തത്. ഓരോ യാമപൂജ കറക്റ്റാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് രാമമുഹൂർത്തം കറക്റ്റാക്കി, പിന്നെ തിരുവാതിര നക്ഷത്രം ബ്രാഹ്മമുഹൂർത്തം എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? ബ്രാഹ്മമുഹൂർത്തം അല്ലേ?
അതെ അതെല്ലാം കറക്റ്റാക്കി തിരുവാതിര നക്ഷത്രം കറക്റ്റാക്കി ധനുമാസത്തിലെ തിരുവാതിര കലണ്ടർ എടുത്തോണ്ടോ മക്കളെ കാണിച്ചു കൊടുക്കും. പക്ഷെ ധനുമാസത്തിലെ തിരുവാതിര ഇന്നലെ ആയിരുന്നു. ധനുമാസ തിരുവാതിര തിങ്കളാഴ്ച മക്കളെ എന്ന് വ്യാഴാഴ്ച ദിവസം ആയി വെള്ളിയാഴ്ച. അതെ ഇന്ന് ശനി ഞായർ. അപ്പൊ അമ്മ 11:11 കലണ്ടർ ഉണ്ടല്ലോ. മനസ്സിലായി എനിക്കത് മനസ്സിലായി. 11:15 അമ്മയും അനിയനും അത് കാണുന്നു. 12 മണിയോടുകൂടി സനന്ദൻ വരുന്നു. പിന്നെ രാവിലെ 3:30 മണി വരെ ഈ വിവരം വേറെ ആരെയും അറിയിച്ചില്ല. അതെന്താണമ്മ വേറെ ആരെയും അറിയിക്കാതിരുന്നത്? അവിടെ ആ വാർഡ് മെമ്പർ അടുത്തെങ്കിലും പറയായിരുന്നു. അപ്പൊ അവര് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കരുത്തായി. സത്യം പറയാലോ. പറഞ്ഞോളൂ മേഡം, ഞാൻ ഉള്ള സത്യം പറയാം. നമ്മൾ ഭഗവാന്റെ ക്ഷേത്ര ജോലിക്കാരാണ്. നമുക്ക് ഒന്നിന് കഴിയില്ലെങ്കിൽ കൈലാസം നമ്മൾ കൂടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ക്ഷേത്രം ഞങ്ങൾ 10-25 വർഷത്തെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. കൈലാസ ശിവരൂപം അറിയോ? ഹിന്ദു ആണെങ്കിൽ മനസ്സിലാകും. ആ ശിവരൂപമാണ് ആദ്യം പൂജകൾ തുടങ്ങിയത്. ആ പൂജ ചെയ്ത ആ അമ്പലം ഇതായിരിക്കണം, ചെറിയ വാതിൽ. അങ്ങനെ അവിടെ ഇരുന്നും കൊണ്ട് ശിവലിംഗേ മനുഷ്യന്മാർക്ക് തൊഴാവൂ. ഷടാധാര പ്രതിഷ്ഠയോടാണ് ശിവലിംഗം നമ്മൾ പ്രതിഷ്ഠിച്ചത്. അപ്പം പത്മതളം ഭൂമി അടി മുതൽ അങ്ങനെ ഒരിക്കലുമില്ല, എനിക്കറിയാന്നുള്ളതാണ്. ഈ ഭൂമി മുതൽ ഷടാധാരം ചെയ്ത് നമ്മൾ തീർത്ത വെള്ളം എവിടെ ചെന്നെടുത്തു മക്കളെ? യാതാരുവി